കരുണാപുരം ശാന്തിപുരത്തെ ഒരു കുടുംബത്തിന് ഇത്തവണ ലഭിച്ച ഓണസമ്മാനം വിലമതിക്കാനാവാത്തതാണ്. അതിമനോഹരമായ സ്നേഹവീടാണ് ഈ ഓണനാളുകളിൽ കുടുംബത്തിന് ലഭിച്ചത്. കരുണാപുരത്തെ ജനകീയ കൂട്ടായ്മയായ ടീം ഹണി റോക്ക് ആണ് സ്നേഹവീട് സമ്മാനിച്ചത്. ശാന്തിപുരം നിവാസികളായ അച്ഛനും അമ്മയും 2 കുട്ടികളും അടങ്ങുന്ന നിർധന കുടുംബത്തിനാണ് ടീം ഹണി റോക്ക് വീട് നിർമ്മിച്ചത്. കൂലിവേല മാത്രം വരുമാനമാർഗമായുള്ള കുടുംബം ടിൻഷീറ്റ് കൊണ്ട് മറച്ച താൽക്കാലിക ഷെഡിലാണ് കഴിഞ്ഞിരുന്നത്. പ്രദേശവാസികളായ 34 പേരടങ്ങുന്ന ടീം ഹണി റോക്ക് കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. വടംവലി മത്സരത്തിലൂടെ 3 ലക്ഷം രൂപ കണ്ടെത്തി ബാക്കി തുക പലരിൽ നിന്ന് സമാഹരിച്ചും സേവനമായി ജോലി ചെയ്തുമാണ് കണ്ടെത്തിയത്. ആരെയാണ് കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും ആ ജനകീയ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇന്നയാൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കണം എന്നുള്ള ആലോചന വരികയും അങ്ങനെയാണ് ഞങ്ങൾ ഈ ഭവനം നിർമ്മിക്കുന്നതിലേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. എന്താണേലും ഞങ്ങളുടെ 7 മാസത്തെ പ്രയത്നം കൊണ്ട് നല്ലവരായ നാട്ടുകാരുടെ സഹകരണം കൊണ്ടും ഞങ്ങൾക്കിത് കൃത്യമായിട്ടും പൂർത്തീകരിക്കാൻ പറ്റി. 10 ലക്ഷം രൂപ മുതൽ മുടക്കിൽ 750 സ്ക്വയർ ഫീറ്റിൽ 2 മുറി, അടുക്കള, ഹാൾ, സിറ്റ് ഔട്ട്, ശുചിമുറി തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ടീം ഹണി റോക്കിന്റെ നേതൃത്വത്തിലുള്ള നമ്മളൊരു ഭവനം വെച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു ഉദ്യമത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും. അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചിലാണ്. നാളെ ഉത്രാട പുലരിയിൽ ഞങ്ങളുടെ ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ജനുവരി മാസം 21-ാം തീയതി ഞങ്ങളൊരു വടംവലി നടത്തിയിരുന്നു. അപ്പോൾ ഒരു പ്രോമിസും ചെയ്തിരുന്നു, ഞങ്ങളൊരു വീട് വെച്ചു കൊടുക്കും. അപ്പോൾ അത് 7 മാസങ്ങൾക്കിപ്പുറം എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഞങ്ങൾ ആ വീട് പണി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീം ഹണി റോക്ക് ഇതിനു മുമ്പ് ഒരുപാട് ഉദ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, ഒരുപാട് ചികിത്സാ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലുപരി ഇത് ഞങ്ങളെ സംബന്ധിക്കുന്നത് ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. ഒരു വീട് വെച്ച് കെട്ടുറപ്പുള്ള ഒരു വീട് വെച്ചൊരു ഒരു വ്യക്തിക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പം അപേക്ഷകളൊക്കെ സ്വീകരിച്ചതിൽ നിന്നാണ് ഞങ്ങൾ കണ്ടെത്തിയത്. അപ്പം അതിൻ്റെ കംപ്ലീഷനാണ്. നാളെയാണ് അതിൻ്റെ ഉദ്ഘാടനം. താക്കോൽ കൈമാറുന്നത്. അടുത്ത ദിവസം താക്കോൽ കുടുംബത്തിന് കൈമാറും. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.